അവിടെ പോയിട്ട് അവിടെ മദ്യപിക്കാനൊക്കെ നല്ല അവസരമാണ്. അവിടെ നിന്ന് മദ്യപാനം തുടങ്ങും, കാരണം എല്ലാം തകർന്നു. അപ്പൊ ഒരു പ്രതീക്ഷയൊന്നുമില്ല. ഇവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും അവിടുന്ന് സകലതും, ആ വാക്കിന് പ്രത്യേകം, സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. സ്തുതിയായിരിക്കട്ടെ. ഞാനൊരു വചനഭാഗം ഇപ്രകാരമാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്, റോമർ 8:28. അതിങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. അതായത് അതിലൊരു പ്രത്യേകത, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അതൊന്ന്, പിന്നെ അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും അവിടുന്ന് സകലതും, ആ വാക്കിന് പ്രത്യേകത, സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. തുടർന്ന് മറ്റൊരു വചനം കൂടി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അത് യെശയ്യാ 30:20. അതിങ്ങനെയാണ്: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ ദൈനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ നിന്നൊരു സ്വരം, ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. ഞാൻ എൻ്റെ പേര് അനി എന്നാണ്. അനി. എൻ്റെ വീട് കോട്ടപ്പുറം രൂപത, കൊടുങ്ങല്ലൂർ അടുത്ത്, പറവൂരിനും കൊടുങ്ങല്ലൂരിനും മധ്യഭാഗത്തുള്ള ഒരു സ്ഥലമാണ് കൂട്ടുകാട് എന്ന് പറയുന്നത്. ജോലി ചെയ്യുന്ന ഇപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡിലാണ്. ഭാര്യ, 2 മക്കൾ. മൂത്തയാള് +2, രണ്ടാമത്തെ ആള് 8ാം ക്ലാസ്. എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിക്കും. സ്കൂളിൽ നന്നായിട്ട് ഞാൻ പഠിക്കുമായിരുന്നു. സംഭവം പുസ്തകങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നന്നായിട്ട് പഠിക്കുമായിരുന്നു, ടോപ്പായിട്ട് പഠിക്കുമായിരുന്നു. അപ്പൊ ഈ ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊന്ന് LSS റാങ്ക് ഒക്കെ, സ്കോളർഷിപ്പ് ഒക്കെ നേടി. LSS USS സ്കോളർഷിപ്പ് കിട്ടിയ ഒരാളാണ്. ഒപ്പം തന്നെ കാറ്റഗിസം പഠിക്കുന്ന സമയത്തൊക്കെ രൂപതയിൽ സ്കോളർഷിപ്പ് ഫസ്റ്റ് റാങ്ക് നേടുമായിരുന്നു. നന്നായിട്ട് പഠിക്കുമായിരുന്നു. പഠിപ്പിക്കാനുള്ള സപ്പോർട്ട്, പക്ഷെ അങ്ങനെ സംഭവിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 4ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ പഠിക്കാൻ പോകുന്നതിനൊപ്പം തന്നെ ഞാൻ വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ അപ്പാപ്പൻ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോകും. അപ്പാപ്പൻ്റെ ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചാൽ ലോട്ടറി വിൽക്കാൻ പോകുമായിരുന്നു. അങ്ങനെ എൻ്റെ ബാല്യകാലം, സ്കൂൾ ജീവിതം കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരമൊക്കെ അതായത് ഒരു 9 വയസ്സ് മുതൽ ഒരാൾ ലോട്ടറി വിൽക്കാൻ പോകുന്നു. ചെറിയ പയ്യൻ, കീറിയ നിക്കറും അത്യാവശ്യം കീറിയ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടൊക്കെ ലോട്ടറി വിൽക്കാനൊക്കെ പോയി. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന് ലോട്ടറി വിൽക്കാനൊക്കെ പോകും. അപ്പോൾ അപ്പോഴും ഞാൻ 5ലും 6ലും 7ലൊക്കെ 8ലൊക്കെ പഠിക്കുമ്പോഴൊക്കെ അപ്പോഴും ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. കാരണം പഠിക്കാനുള്ള സമയം ഇല്ലെങ്കിൽ പോലും എന്താണെന്നറിയില്ല, അങ്ങനെ പഠിക്കും. ഫസ്റ്റ് റാങ്ക് ഒക്കെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഇതിലൂടെ കടന്നു പോയിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു 9ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ജീവിതം വളരെ ദുസ്സഹമാവാൻ തുടങ്ങി. ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയൊക്കെ ഇത്തിരി കൂടുതലായി. ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ പോകാൻ പറ്റാണ്ടായി. അങ്ങനെയൊക്കെ വരുന്നു. അപ്പൊ അങ്ങനെ വെച്ച് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കണം 9ാം ക്ലാസ് പകുതിക്ക് വെച്ചു. അപ്പൊ 8ാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ഒരാളാണ്. 9ാം ക്ലാസ്സിലായപ്പോൾ എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരമൊക്കെ 1ാം റാങ്ക് എന്നുള്ളത് 3ാം റാങ്ക് 4ലൊക്കെ മാറി. കാരണം സമയമില്ല കൂടുതൽ പഠിക്കാൻ. അപ്പൊ ഞാൻ കൂലിപ്പണിക്ക് പോവുകയാണ്. അന്നൊരു 14 വയസ്സൊക്കെ ഉള്ള ഒരാളാണ്. കൂലിപ്പണിക്ക് പോവുകയാണ്. അപ്പൊ ആ കാലങ്ങളിലൊക്കെ ഈ സ്കൂളിൽ ജീവിതത്തിലൊക്കെ ചിലപ്പോഴൊക്കെ ഭക്ഷണം ചില മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടാതെയൊക്കെ കരഞ്ഞിട്ടുണ്ട്. കാരണം അതാണ് സാഹചര്യം. സ്കൂളിൽ ചെല്ലുമ്പോൾ എനിക്ക് ചിലപ്പോൾ എന്നെ സ്നേഹത്തോടെ എൻ്റെ സംഭവം അറിയാവുന്ന കുറച്ച് ടീച്ചർ, ഞങ്ങൾ ലോട്ടറി വിൽക്കാൻ പോകുന്ന അറിയാവുന്ന ചില ടീച്ചർമാര് എനിക്ക് അവർക്ക് കൊണ്ടുവരുന്ന സ്നാക്സ് ഒക്കെ എന്നെ വിളിച്ച് ഓഫീസ് റൂമിൽ കൊണ്ട് തരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ സ്നേഹത്തോടെ ഓർക്കും. തുടർന്ന് ഞാനിങ്ങനെ നേരത്തെ ജോലിക്ക് പോവുകയാണ്. അപ്പൊ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ നന്നായിട്ട് പഠിക്കും, റാങ്ക് ഹോൾഡറൊക്കെയാണ്. കാറ്റഗിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് റാങ്ക് ഹോൾഡറൊക്കെ ആണെങ്കിലും ദൈവവിശ്വാസം അങ്ങനെയുള്ള സംഭവം തന്നെ ഇല്ല. അങ്ങനെയൊന്നുമില്ല. അതിങ്ങനെ പഠിച്ചു പോകുന്നു, അല്ലാണ്ട് ദൈവസ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനത്തെ ഒരു ഫാമിലിയും ആയിരുന്നില്ല ഞങ്ങൾ. ഞാൻ പണിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പണിക്ക് എൻ്റെ സ്വപ്നം ഇതായിരുന്നു. എൻ്റെ സഹോദരി ചേച്ചിയുണ്ട്, ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു വിടുന്നു. അങ്ങനെ കൂലിപ്പണിക്കൊക്കെ പോയി, കൽപ്പണിക്ക് അങ്ങനെയൊക്കെയാണ്. ഞാനിങ്ങനെ ഇത് സമാനമായ ഒരു സംഭവം കേട്ടേക്കണം നമ്മുടെ IG വിജയൻ സാറിനെ കുറിച്ചാണ്. സാറ് ഇങ്ങനെ SLC ഇത് ചെയ്തപ്പോൾ സാറ് പണിക്ക് പോയതൊക്കെ ആയിട്ട് ഞാൻ കേട്ടു. എനിക്ക് ഭയങ്കര ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ സഹോദരിയെ കല്യാണമൊക്കെ കഴിച്ചു വിട്ടു. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് വീടോ സ്ഥലമോ ഒന്നുമില്ല. കാരണം തറവാട്ടില് അപ്പാമ്പൻ്റെ അമ്മാമ്മയുടെ കൂടെ ഇവിടെയൊക്കെ, കാരണം നമുക്ക് വേറെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എനിക്കൊരു വീടോ സ്ഥലം ഒന്നുമില്ല. അപ്പൊ ഒരു പ്രതീക്ഷയൊന്നുമില്ല ഇങ്ങനെ നിൽക്കുന്ന ഇതാണ്. അപ്പൊ ടീച്ചർമാർ തന്നിരുന്ന യൂണിഫോം ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ പഠിച്ചെന്ന് പറഞ്ഞില്ല. അപ്പൊ ചേച്ചിനെ കല്യാണം കഴിപ്പിച്ചു വിടണമെന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. ഒരു വളരെ കഷ്ടപ്പെട്ട് ഇത്തിരി പൈസ ഒക്കെ സ്വരുക്കൂട്ടി വെച്ച് ഒത്തിരി
ഇതായിട്ടല്ല, വളരെ ലളിതമായിട്ട് വിവാഹം നടത്താനൊക്കെ ആയിട്ട് സാധിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോ എൻ്റെ ജീവിതത്തിൽ കാരണം ഇനി പ്രതീക്ഷയില്ല, ഒരു പ്രതീക്ഷ. കാരണം ഉണ്ടായിരുന്നതൊക്കെ ഇത് ചെയ്ത് കുറച്ച് കടങ്ങൾ മാത്രം ബാക്കിയുള്ളത് അതെങ്ങനെ വീട്ടു. അപ്പം എൻ്റെ ചേച്ചിയെ കെട്ടിക്കാനുള്ള സ്വപ്നം കഴിഞ്ഞു, ആ ഒരു ആഗ്രഹം കഴിഞ്ഞു. ഒരു ഒരു ക്രിസ്മസ് സമയത്ത് ഗോവയിലേക്ക് യാത്ര പോവുക. അവിടെ പോയിട്ട് അവിടെ മദ്യപിക്കാനൊക്കെ ആയിട്ട് നല്ല അവസരമാണ്. അവിടെ നിന്ന് മദ്യപാനം തുടങ്ങാം, കാരണം എല്ലാം തകർന്നു. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ വളരെ വളരെ നിരാശയിലൂടെ കടന്നു പോകുന്ന സമയമൊക്കെ ഉണ്ടോ. ഇങ്ങനെ ഒരു പ്രത്യാശയില്ല എന്നെ സംബന്ധിച്ചോളം. ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ, സ്നേഹിക്കാനൊക്കെ ആയിട്ട്. അമ്മയില്ല. ഒരു വല്ലാത്ത സങ്കടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ തോന്നിപ്പോയി. അങ്ങനെ ഞാനൊരു യാദൃശ്യമായിട്ട് പള്ളിയിലോട്ട് ഞാൻ പോവുകയാണ്. പോകുമ്പോ ഞാൻ ഒരു പള്ളിയിൽ അവിടെ ഒരു ചെറിയൊരു കഷ്ണം കടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കും, എന്നിൽ വിശ്വസിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-1 ഞാൻ ഈ ഇതിങ്ങനെ എനിക്കങ്ങനെ വചനത്തെ കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗിസം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടുമെങ്കിലും ഇതിന് അങ്ങനെ വലിയ ബോധ്യമൊന്നുമില്ല. അങ്ങനെ ഫസ്റ്റ് റാങ്ക് ഒക്കെ ആയിരുന്നു. പക്ഷെ ഈ ഒരു വചനം കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്തൊരു ജീവനാവാൻ തുടങ്ങി. ഒരു കഷ്ണം കടലാസിന് ആരോ എഴുതി വെച്ചതാണ്: നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കും. അതെനിക്കൊരു വല്ലാത്തൊരു ഊർജ്ജമായിരുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴിയായിട്ട് ഒരു ജീസസ് യൂത്തിന്റെ ഒരു പ്രയർ ഗ്രൂപ്പിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അപ്പൊ ഞാൻ അങ്ങനെ അതിന്റെ അവിടെ നിന്ന് ജീസസ് യൂത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു ധ്യാനം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഔട്ട്റീച്ച് എന്നുള്ള പ്രോഗ്രാം. ഞാൻ ഇന്ന് ഈ ഗോവയിൽ പോയിട്ട് മദ്യപാനം തുടങ്ങണം എന്ന് ആഗ്രഹിച്ച ദിവസം, അതേ ദിവസമാണ് ഞാൻ ഈ സ്ഥലത്തെത്തുന്നത്. അവിടെ വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇത് കേട്ടപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഇത് വല്ലാത്തൊരു ദൈവാനുഭവം കടന്നു വന്നു. എൻ്റെ ഉള്ളിലേക്ക് എന്തോ വലിയൊരു ശക്തി കടന്നു വരുന്നതോട് ഞാൻ അവിടെ നിന്ന് ഒരു 3 മണിക്കൂറോളം നിർത്താതെ സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ മേത്തേക്ക് ഒരു തീ കോരിയിടുന്ന അനുഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ സ്തുതിക്കുന്നത്. അങ്ങനെ വലിയൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ അൾത്താരയിൽ സക്രാരിയിലേക്ക് നോക്കിയിരുന്നപ്പോ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാന്ന് പറഞ്ഞാൽ തുരുതിര ഒഴുകുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സക്രാരിയിലേക്ക് നോക്കുമ്പോൾ ആരോ വന്നുകൊണ്ട്, ആ സക്രാരി തുറന്ന ആരോ ഒരാൾ വന്നുകൊണ്ട് എന്നെ എന്നെ താനാട്ട് പാടുന്നതും എന്നെ ചേർത്ത് പിടിക്കുന്നതും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതും എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചു. ഞാൻ ആ പള്ളിയിൽ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകിയിട്ട് 3 മണിക്കൂർ ഞാൻ നിർത്താതെ കരഞ്ഞു. 3 മണിക്കൂർ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് നിന്നില്ല. അതൊരു വലിയൊരു ദൈവാനുഭവമായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന ഈ ലോകത്ത് ആരും എനിക്കില്ലെങ്കിലും, ഈ ലോകത്ത് എന്നെ ചേർത്ത് കാണിക്കാനായിട്ട് ഒരാളും ഇല്ലെങ്കിലും, ഒരു മുറിഞ്ഞ ഒരാളുണ്ട്. മുറിയപ്പെട്ട, ഒറ്റപ്പെട്ട, ഗത്സമനിൽ ഒറ്റപ്പെട്ട ഒരാള് എന്നെ ചേർത്ത് അണയ്ക്കാനായിട്ട് കൂടെ ഉണ്ടെന്നൊരു ബോധ്യം വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹം കൊണ്ട് നിറയാൻ തുടങ്ങി. പിന്നെ ഈശോയെ അറിയാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് വല്ലാത്തൊരാഗ്രഹം, ഉള്ളിൽ നിന്ന് വലിയൊരു സ്നേഹം. ആ സ്നേഹം എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. തെരുവുകളിലൂടെ, പല ഇടവകളിൽ ഞാൻ തെരുവുകളിൽ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. രാത്രികളിൽ ഈ എറണാകുളത്ത് രാത്രി മുഴുവനും നടന്ന് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോടൊക്കെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നൊക്കെ പറയാനൊക്കെ ആയിട്ട് എനിക്കൊരു അവസരം ലഭിച്ചു. ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാനും മറ്റുള്ള ഷെയറിങ്ങിന് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പോകാൻ സാധിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ വിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ, നാവിൽ സ്വീകരിച്ചതും ഞാൻ ഇങ്ങനെ എൻ്റെ ശരീരം ഒരു 200 ഡിഗ്രി ചൂടിൽ ഞാൻ വെന്താലും ഇങ്ങനെ ഉണ്ടാവും. എൻ്റെ മേത്ത് ഒരു വലിയൊരു തീച്ചൂള എടുത്തു വെക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ നാവിലിരിക്കുന്ന ഈ തിരുവോസ്തി ഒരു മാംസ കഷ്ണമായിട്ട് മാറി. എനിക്ക് വല്ലാത്തൊരു അനുഭവം. കാരണം ഈ ഒരു പച്ചയിറച്ചി എൻ്റെ നാവിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ, എനിക്ക് മനസ്സിലായി, ഈശോയെ ഇതിനുള്ള യോഗ്യത എനിക്കില്ല കർത്താവ്. ഈശോയെ, ഞാൻ നോക്കുമ്പോൾ ഞാൻ പൊള്ളുകയാണ്. എനിക്കത് നിങ്ങളോട് വിവരിക്കാൻ വാക്കുകളില്ല. ഈശോയെ, എന്നോട് ക്ഷമിക്കണേ കർത്താവ്, ഞങ്ങളുടെ വലിയ ഇത് തിരിച്ചറിയാനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 3-4 മിനിറ്റ് അങ്ങനെ ഒരു അനുഭവം. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ എൻ്റെ നാവിലിരുന്ന ഈ തിരുവോസ്തി, ഈ പച്ചയിറച്ചി, ഇത് പെട്ടെന്ന് അത് തണുത്തു. ഞാൻ എത്രമാത്രം ചൂടായിരുന്നു അത്രമാത്രം ഞാൻ ഐസ് പോലെയുമാണ്. ഈ തിരുവോസ്തി എൻ്റെ നാവിലൂടെ ഈ മാംസ കഷ്ണം ഇങ്ങനെ എൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത്, ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ഞാൻ അറിഞ്ഞു. ഈ പോകുന്നതിനൊപ്പം എൻ്റെ ശരീരത്തിലെ ഓരോ ഞരമ്പുകളിലേക്കും ഓരോ രക്തധമനികളിലേക്കും ഇതിൻ്റെ ആ ഒരു ചൂടും ആ ഒരു തണുപ്പ് എനിക്കറിയാൻ സാധിച്ചു. അതെന്റെ ജീവിതത്തിൽ ഇത് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഒരു വലിയൊരു ബോധ്യം, വിശുദ്ധ കുർബാന അത് ജീവന്റെ അപ്പമാണെന്നുള്ള ബോധ്യത്തിലോട്ട് കടന്നു വരുന്ന സാധിച്ചു.
അങ്ങനെ അപ്പൊ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോ ഒക്കെ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു ഓർക്കുന്നുണ്ട്. ഈ പ്രാർത്ഥിക്കുമ്പോ ഈ എനിക്ക് കാക്കി ഉടുപ്പിട്ട, അന്ന് ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, കാക്കി ഉടുപ്പിട്ട ഒരു ജോലി കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഇത് ഉണ്ടായിരുന്നു, കാക്കി ഉടുപ്പിട്ട ജോലി. അപ്പൊ ആ സമയത്തൊക്കെ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഈശോയെ എനിക്ക് എവിടെയെങ്കിലും 2 സെന്റ് സ്ഥലം എനിക്ക് വാങ്ങിക്കാൻ പറ്റണം, 2 സെന്റ് സ്ഥലം എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു ജോലിക്കൊക്കെ പോയി. പ്രാർത്ഥിക്കുകയും ചെയ്യും, പള്ളിയിൽ പോകും, പക്ഷെ ജോലിക്കുമ്പോൾ അങ്ങനെ പോയി. ഞാനൊരു 4.5 സെന്റ് സ്ഥലം എനിക്ക് ഈശോ തന്നൊരു സ്ഥലത്ത് 4.5 സെന്റ് സ്ഥലം തന്നു. ഒരു ചെറിയ വീടൊക്കെ വെക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം, ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കും, കർത്താവെ വീടൊക്കെ ആയി, അപ്പൊ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള പെണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് പ്രാർത്ഥിച്ചപ്പോ ഈശോ പറഞ്ഞു 6 എന്നുള്ള അക്ഷരത്തിലുള്ള ഒരു അക്ഷരം കാണിച്ചു തരാണ്. അപ്പൊ എന്റെ കൂട്ടുകാരനാണ് അദ്ദേഹം, ഇപ്പോ കാനഡയിലുണ്ട്. ജീസസ് യൂത്ത് ആണ് എന്റെ കൂട്ടി, ഞാൻ ഒരുമിച്ചിട്ട്. അപ്പൊ അവനോട് പറഞ്ഞു, അനി ആർ ഫോർ റിജക്റ്റഡ്, റിജക്റ്റഡ് എന്നായിരിക്കും കേട്ടോ മിക്കവാറും എന്നൊക്കെയായിരുന്നു. പക്ഷെ അതിനുശേഷം എന്റെ വിവാഹം നടന്നു. 6 എന്നുള്ള അക്ഷരത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അത് യാദൃശ്ചികമായിട്ട് റീന എന്നുള്ളൊരു അതെന്റെ ജീവിതത്തിലെ വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു. എന്നെ ചേർത്തണയ്ക്കാനും എന്നെ ആശ്വസിപ്പിക്കാനും എന്റെ സങ്കടങ്ങളിലും എന്റെ വേദനകളിലും എന്റെ കൂലിപ്പണിയായിരുന്നു അന്ന്. എന്നോട് ചേർന്ന് നിൽക്കാനും തമ്പുരാൻ എനിക്ക് തന്ന ഒരു ഇതായിരുന്നു. തമ്പുരാന്റെ വലിയൊരു ഇടപെടലായിരുന്നു. തുടർന്ന് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് മൂത്ത മോൻ ജനിച്ചു. ആ സമയത്ത് ഞാൻ ഒരു PSC ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ. ഇലക്ട്രിസിറ്റി ബോർഡിൽ ആ നിയമം അതിന്റെ നിയമം എങ്ങനെയായിരുന്നു, 10ാം ക്ലാസ് പാസ്സാവാൻ പാടില്ല, 10ാം ക്ലാസ് പാസ്സാവാത്തവരെ ഈ ജോലിക്ക് എടുക്കുള്ളൂ എന്നായിരുന്നു. SSLC പാസ്സായി കഴിഞ്ഞാൽ ജോലി കിട്ടൂല. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമം പോലെ എനിക്ക് തോന്നിയത്, എനിക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയ ഒരു നിയമം. കാരണം ഞാൻ ആ സമയത്ത് വേറെ വല്ല ടെസ്റ്റ് എഴുതുന്ന ടെസ്റ്റിൽ എനിക്ക് 90 മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ എന്നെക്കാളും കൂടുതൽ ഇതുള്ള ഒരു 97 മാർക്ക് 96 മാർക്കിൽ കട്ട് ഓഫ് മാർക്കൊക്കെ വാങ്ങിച്ചു പോയിരുന്നു. പക്ഷെ ഈ പരീക്ഷ എന്റെ ഒത്തിരി ലക്ഷക്കണക്കിന് ആൾ എഴുതിയ പരീക്ഷയിൽ 16ാം റാങ്കുകാരനായിട്ട് ഞാൻ ആ ജോലി പ്രവേശിച്ചു. 16ാം റാങ്കുകാരനായിട്ട് ജോലി പ്രവേശിച്ചു. അതിനുശേഷം രണ്ടാമത്തെ മോൻ ജനിച്ചു. രണ്ടും വളരെ സന്തോഷം. അപ്പൊ ഞാൻ എന്റെ ഞായറാഴ്ചകളിൽ കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഞായറാഴ്ചകളിൽ എന്റെ ജീവിതം ഞാൻ എന്റെ വൈഫിനോട് എന്റെ മക്കളോടും പറഞ്ഞു, ഇന്ന് രാവിലെ എനിക്ക് 6 മണിക്ക് തന്നെ ആരംഭിച്ചു, 6 മണിക്ക്, അതിനുശേഷം അടുത്തൊരു സ്ഥലത്ത് ഇങ്ങനെ എന്റെ ജീവിതം എന്റെ തമ്പുരാൻ എനിക്ക് തന്നതാണ്, എന്റെ കർത്താവ് തന്ന ജീവിതമാണ്. ഈ ജീവിതം അവസാനിക്കുന്നത് വരെ എന്റെ തമ്പുരാനുള്ളതാണ് എന്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും ഞായറാഴ്ചകൾ അവരുടെ കൂടെ ചിലപ്പോൾ ആവാൻ സാധിക്കില്ല, പക്ഷെ ബാക്കിയുള്ള സമയങ്ങളിൽ, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ആവാനൊക്കെ ശ്രമിക്കും. അപ്പോ അങ്ങനെ വലിയൊരു സന്തോഷത്തോടെ ഇത് ചെയ്യുന്ന സമയത്ത് ഞായറാഴ്ചകളിലൊക്കെ ഇങ്ങനെ ജോലി പോകുമ്പോൾ എനിക്ക് ചിലപ്പോഴൊക്കെ ഞായറാഴ്ചകളിൽ എനിക്ക് പല കാര്യങ്ങൾക്ക് പോകുമ്പോൾ, കാരണം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലാണ് ജോലി ചെയ്യണം. ഞാൻ തുടർന്ന് പ്രൊമോഷൻ ലൈൻമാനൊക്കെ ലൈൻമാനായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഞായറാഴ്ചകൾ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പൊ ഡ്യൂട്ടി ഉണ്ടാവും, ഞാൻ കാറ്റീസം പഠിപ്പിക്കുന്നതാണ്. ഞാൻ 25 വർഷമായിട്ട് കാറ്റീസം പഠിപ്പിക്കുന്നതാണ്. അപ്പൊ എനിക്ക് കാറ്റീസം ക്ലാസ്സിൽ എന്നെ കാത്തു വരുന്ന മക്കൾക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, കാരണം ഞായറാഴ്ച ഡ്യൂട്ടി ഉണ്ടാകുമ്പോൾ. അപ്പൊ എന്റെ സഹപ്രവർത്തകരോട് പറയും, എന്റെ ഡ്യൂട്ടി ഞായറാഴ്ചത്തെ എടുക്കാമോ? കാരണം ഒരു 9 മണി മുതൽ ഒരു 11:30 12 മണി വരെ ഡ്യൂട്ടി എടുത്താൽ മതി, ബാക്കി വന്ന് ഞാൻ എടുത്തോളാം, പക്ഷെ എന്റെ ഓഫ് നിങ്ങൾ എടുത്തോളാൻ പറയും. അപ്പൊ ഞായറാഴ്ച ബാക്കി ഡ്യൂട്ടി മുഴുവൻ ഞാൻ എടുക്കുകയും ചെയ്യണം, പിറ്റേ ദിവസം ഞാൻ ജോലിക്കും കയറണം. എന്നാലും 3 മണിക്കൂർ അവർക്ക് 3 മണിക്കൂർ അവർക്ക് ലാഭമാണല്ലോ എന്ന് വെച്ചിട്ട് എന്നെ സഹായിക്കും. അപ്പൊ ഞാനിങ്ങനെ എന്റെ 3 മണിക്കൂർ കാറ്റീസ് പഠിപ്പിച്ചിട്ട് ഞാനിവിടെ ചെല്ലും, എന്നിട്ട് അവൻ ഡ്യൂട്ടി എടുക്കുമായിരുന്നു. പക്ഷെ എന്റെ തമ്പുരാൻ അപ്പോഴാണ് പുതിയൊരു നിയമം എനിക്ക് വേണ്ടി വീണ്ടും ഉണ്ടാക്കിയേക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ പഠിച്ചട്ടോ, അതിനിടയ്ക്ക് ഞാൻ പഠിച്ചു. ഞാൻ ജോലി കയറി തുറന്ന് പഠിച്ചു. ഞാൻ SLC പരീക്ഷ എഴുതി. ഏറ്റവും കൂടുതൽ മാർക്ക് ഞങ്ങളുടെ താലൂക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടാണ് ഞാൻ SLC പരീക്ഷ എഴുതിയത്. തുടർന്ന് ഞാൻ പഠിച്ചു, തുടർന്ന് പല കാര്യങ്ങളിലൊക്കെ പഠിച്ചു. അങ്ങനെ എനിക്ക് ഒരു പുതിയൊരു ഇത് വന്നു. SLC ഒക്കെ പാസ്സായ ഇത്രയും വർഷം സർവീസ് ഉള്ള ആൾക്ക് ഒക്കെ KCBയിൽ കാഷ്യറായിട്ട് ഇതെടുക്കാമെന്ന്, ഇൻ സർവീസ് കോട്ട. ഞാൻ ആ പരീക്ഷ എഴുതി. ഏതാണ്ട് 6000 പേര് എഴുതിയ പരീക്ഷയിൽ ആകെ 30 പേർക്ക് അവസരം കിട്ടിയുള്ളൂ. അതിലൊരാളായിട്ട് തമ്പുരാൻ എന്നെ തെരഞ്ഞെടുത്തു. എന്റെ ഞായറാഴ്ച, കാരണം ക്യാഷ്യർമാർക്ക് ഞായറാഴ്ച ഡ്യൂട്ടി ഇല്ല, ക്യാഷ് കൗണ്ടറുകൾ അവധിയാണ്. എന്റെ എല്ലാ ഞായറാഴ്ചയും എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അതിന് മാറ്റി വെച്ചു. അങ്ങനെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എന്റെ തമ്പുരാൻ ഞാൻ എവിടെയൊക്കെ ചെയ്തു, തമ്പുരാൻ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. ഇന്ന് അനേകം വൈദികര്, ഞാൻ ചുരുക്കനെയാണ്, എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ട്, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, പക്ഷെ എനിക്ക് അനുവദിച്ച സമയത്തിൽ നിൽക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. അനേകം വൈദികർ എന്നെ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട്. അവരുടെ ജീവിതത്തിൽ ചില നിർണായകമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തീരുമാനം എടുക്കാനായിട്ട്. എനിക്ക് മഹത്വം ഇതുണ്ടായിട്ടല്ല, അവർക്ക് ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്. അനേകം സിസ്റ്റർമാര്, അനേകം കുടുംബങ്ങളിൽ നിന്ന്, അനേകം വ്യക്തികൾ, ഞാൻ പോലും അറിഞ്ഞിട്ടില്ലാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത പലരും ഫോൺ നമ്പർ കൊടുത്തൊക്കെ എന്നെ വിളിക്കാറുണ്ട്. വിദേശത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് വിദേശത്തുള്ള ഒരു പ്രൊഫസറാണ്, ഇറ്റലിയിലെ പ്രൊഫസർ, ഇറ്റലിയിലെ സിസ്റ്റർ നമ്പർ കൊടുത്തതാണ്, വിളിച്ചു. അപ്പൊ അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ നിർണായകമായ തീരുമാനം എടുക്കേണ്ട സമയമായപ്പോ അവരതിന് മുമ്പ് എന്നെ വിളിച്ച് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയക്കി വരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു,
ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, എനിക്കൊന്നുകൂടി പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അത് അതുപോലെ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, വെറും ഒരു പാപിയായ ഒന്നുമല്ലാത്ത എന്നെ തമ്പുരാൻ അനേകരുടെ ഉള്ളിലേക്ക് ഒരു സ്നേഹം, ഈശോയെ, ഇതിന്റെ എല്ലാം മഹത്വവും ഈശോയ്ക്കാണ്. ഞാനല്ല, ഞാൻ വെറും ഒരു ടൂൾ മാത്രം. അപ്പോ അങ്ങനെ ഈശോ എന്നെ ഉപയോഗിക്കണം. ഇന്ന് ഞാൻ എന്റെ ഷെയറിങ് കേട്ടിട്ട് എന്നെ ഒരു കേരളത്തിലെ പ്രശസ്തമായ ഒരു കോളേജിലേക്ക് വിളിച്ചിട്ടുണ്ട്. അവിടെ ഹിന്ദു മുസ്ലിം ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 5 ദിവസത്തെ പ്രോഗ്രാം. അതിൽ 10 പേരാണ് സെഷൻ എടുക്കുന്നത്. 9 പേരും ഡോക്ടർമാരാണ്. ഒന്നുമില്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അവിടെ അവതരിപ്പിച്ചത് വിഷയം ഇതാണ്: ജീവിതത്തിലെ വെല്ലുവിളികളെ എപ്രകാരം നമുക്ക് നേരിടാം. അതായിരുന്നു എനിക്കുണ്ടായിരുന്ന വിഷയം. എന്നെ ഒത്തിരി സ്കൂളുകളിൽ, അധ്യാപകരുടെ ഇടയിൽ, അങ്ങനെ പലരുടെ ഇടയിലൊക്കെ, കുട്ടികളുടെ ഇടയിൽ കേട്ട് പ്രവർത്തിക്കാൻ ദൈവത്തിന് അനുവദിക്കുന്നു. ഇപ്പൊ ഞാനിപ്പോ കേരളത്തിലെ കേരള CBC യുവജന കമ്മീഷൻ എന്നുള്ളതുണ്ട്. അതിന്റെ യുവജന കമ്മീഷന്റെ സ്റ്റേറ്റ് അസോസിയേറ്റ് സെക്രട്ടറിയാണ്. പിന്നെ കൂടാതെ രൂപതയിൽ കാറ്റിസം പ്രൊമോട്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നു. പിന്നെ എൻ്റെ ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ. ഞാൻ എൻ്റെ ആദ്യം ഇപ്പൊ ഞാൻ താമസിക്കുന്ന പുതിയൊരു വീട്ടിലാണ്. ഞാൻ ഈ അടുത്തൊരു പുതിയ വീട് വെച്ചു. അത് തമ്പുരാൻ ഇന്നിപ്പോ ഞാൻ താമസിക്കുന്ന 8 സെന്റ് സ്ഥലമുള്ള സ്ഥലത്ത് ഒരു 1700 സ്ക്വയർ ഫീറ്റ് വീട് ഒക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. എന്റെ തമ്പുരാൻ ഒന്നുമില്ലായ്മയെന്ന് എന്റെ തമ്പുരാൻ ചേർത്ത് വെച്ചതാണ്. ഞാൻ ഇതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ചെറിയ വീട് വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ സമയത്തുണ്ടായിരുന്ന ഒരു ചെറിയ അനുഭവം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ആ സമയത്ത് എനിക്ക് ഇറ്റലിയിലുള്ള മറ്റൊരു പെൺകുട്ടിയെ എനിക്ക് അറിയാമായിരുന്നു. അവളുടെ പേര് സിൽവിയ എന്നാണ്. ഒരു സാധാരണക്കാരിയാണ്. ഞാനിവിടെ മദർ തെരേസയുടെ ഹോമിൽ സഹായിക്കാൻ ചെന്നപ്പോൾ അവിടെ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരെങ്ങനെ ശുശ്രൂഷിക്കണേ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ഇഷ്ടം തോന്നിയിട്ട് എന്നോട് സംസാരിക്കുകയും അന്ന് എനിക്കൊരു ചെറിയ മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു. 2004, 2005 കാലഘട്ടത്തിലാണ്. 2004 കാലഘട്ടത്തിലേക്ക് ചെറിയൊരു മൊബൈൽ ഫോൺ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ നമ്പറൊക്കെ വാങ്ങിച്ചു, എന്റെ മെയിൽ ID ഒക്കെ വാങ്ങിച്ചു. ഇവിടെ തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് ലെറ്റർ അയക്കും, എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കും, അങ്ങനെ അയക്കണം. അപ്പൊ ഒരു ദിവസം എന്റെ വീട് പണി നടക്കുന്നുണ്ട്. ചെറിയ വീടാണ് കേട്ടോ. ഞാൻ ചെറിയ ലോൺ, 1.5 ലക്ഷം രൂപ ബാങ്കിൽ മാനേജറോട് സംസാരിച്ച് എനിക്ക് ലോണൊക്കെ ശരിയാക്കി. എനിക്കൊരു ചെറിയ വീട് വേണം, വിവാഹത്തിന് മുമ്പായിട്ട് വീട് വേണം ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വീട് പണിയാൻ വേണ്ടിയിട്ട് മരത്തിന്റെ കട്ടളയും ജനലും വെക്കാൻ വേണ്ടി പൈസ ഇല്ല. അപ്പൊ ഞാൻ കോൺക്രീറ്റിന്റെ കട്ടളയും ജനലും ഞങ്ങളുടെ നാട്ടിൽ തന്നെ കിട്ടും. അപ്പൊ ഇത്തിരി പൈസയും കുറവാണ്. അപ്പൊ ഇവിടെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹം നല്ല ഭംഗിയായിട്ട് സ്ട്രോങ് ആയിട്ട് ചെയ്തു തരും. അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് താമസിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം, ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളിനോട് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, എനിക്കുള്ള കട്ടളയും ജനലൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഏതാണ്ട് 8,500 രൂപയോ 9,000 രൂപയോ 2005 കാലഘട്ടത്തിലൊക്കെയാണ്, 2005, 2006 കാലഘട്ടത്തിലാണ്. അത്ര 9,000 രൂപ താഴെ ഇത്രയും രൂപ ഇന്ന് തന്നെ അടച്ച് തന്നു കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ടുപോയിക്കോ. ഇന്ന് തന്നില്ലെങ്കിൽ വേറെ ആൾ ആവശ്യപ്പെട്ടാൽ ഞാൻ അയാൾക്ക് കൊടുക്കൂട്ടാന്ന് പറഞ്ഞു. അന്ന് എൻ്റെ കയ്യിൽ, കാരണം ഞാൻ ലോൺ എടുത്ത കാശൊക്കെ തീർന്നു. അന്ന് 9,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ജോലിക്കാരനെന്ന്, ഞാൻ കൂലിപ്പണിക്കാരനെന്ന്, സർക്കാർ ജോലിക്കാരൻ 5,000 രൂപയൊക്കെ ശമ്പളം ഉണ്ടാവുള്ളൂ. 5,000, 6,000 ശമ്പളമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ ഞാനിങ്ങനെ വിഷമിച്ചു. കാരണം ഞാൻ ഒന്നുമില്ല. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞാൻ കുർബാനയോടെ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എല്ലാം ഞാൻ കുർബാനയിലാണ്. ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോയിട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ 9,000 രൂപയോളം വേണമല്ലോ ഈശോയെ, എൻ്റെ 10 പൈസ ഇല്ല, ലോൺ എടുത്തൊക്കെ തീർന്നുപോയി. അപ്പൊ ഇന്ന് ആ കാശ് കൊടുത്തില്ല, കട്ടിലും ചെല്ലും കിട്ടില്ല, എൻ്റെ വീടിന്റെ പണി തീർക്കാൻ പറ്റൂല, ഇനി കിട്ടുമ്പോൾ 1 മാസം കഴിയും, പൈസ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഫോണിലേക്ക് ഒരു SMS വരുന്നുണ്ട്. SMS വന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഈ സിൽവിയ എന്നുള്ള പെൺകുട്ടിയുടെ SMS ആണ്. SMS ഇങ്ങനെയാണ്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എന്നെക്കാൾ 2 വയസ്സ് മൂത്താണ് കേട്ടോ. 1-2 വയസ്സ് മൂപ്പാണ്. സിൽവിയ സാന്റണി എന്നാണ് കുട്ടിയുടെ പേര്. അപ്പൊ സിൽവിയ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ എനിക്കൊരു സമ്മാനം അയക്കുന്നുണ്ട്. ഞാനൊരു സമ്മാനം അയക്കുന്നുണ്ട്. അനി എത്രയും പെട്ടെന്ന് അവിടെയുള്ള തോമസ് കുക്ക് ഇന്റർനാഷണൽ എന്നുള്ള മണി ട്രാൻസ്ഫർ ഏജൻസി തൊട്ടടുത്തുള്ള അവിടെ ചെന്നിട്ട് എനിക്കൊരു പാസ്വേഡ് അയച്ചു. ഈ പാസ്വേഡ് മണിയുടെ ID കാർഡും കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിന്റെ ബൈക്കിൽ അവിടെ ചെന്നു. ഈ തോമസ് കുക്ക് ഇന്റർനാഷണൽ ചെന്നിട്ട് എൻ്റെ ID കാർഡ് കാണിച്ചു. അപ്പൊ ഈ പാസ്വേഡ് 4 പാസ്വേഡും പറഞ്ഞപ്പോ അയാൾ എൻ്റെ കയ്യിലേക്ക് ഒരു സാധനം ഒപ്പിടിക്കാൻ തന്നു. അതിൽ എൻ്റെ 8,900 രൂപയായിട്ട്. അതുകൊണ്ട് അന്ന് ഒരു യൂറോന് 60 രൂപ, 150 യൂറോ. എനിക്ക് എത്ര രൂപയാണ് അന്ന് ആവശ്യം? ആ കോൺക്രീറ്റിന്റെ കട്ടളയും ജനലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എത്ര രൂപ ആവശ്യമുണ്ട്? ആ പൈസ ഞാൻ രാവിലെ കുർബാനയിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പ്രാർത്ഥിച്ചു. എനിക്കുള്ള ഉത്തരം ഈശോ തന്ന അങ്ങ് 4,000-5,000 കിലോമീറ്റർ അകലെ എന്നാണ് എനിക്കുള്ള ഉത്തരം കർത്താവ് തന്നത്. 4,000, അതായത് ഹബക്കൂക്ക് പ്രവാചകൻ ഇങ്ങനെ അപ്പവും പിടിച്ചുകൊണ്ട് പോണ സമയത്ത്
ഹബക്കൂക്ക് പ്രവാചകനോട് പറയുന്നുണ്ട്, നീ പോയിട്ട് നിന്റെ കയ്യിലുള്ള അപ്പം കൊണ്ടുപോയിട്ട് ദാനിയേലിന് സിംഹക്കുഴി കിടക്കണ ദാനിയേലിനോട് കൊടുക്കുക. അപ്പൊ പറഞ്ഞ് ഹബക്കൂക്ക് പറഞ്ഞിട്ട് എനിക്ക് ദാനിയേലിന് അറിഞ്ഞുകൂടാ, സിംഹക്കുഴി എവിടെയെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ ദൂതം പിടിച്ചു മുടി പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് ഇതിന്റെ മുകളിൽ ചെന്നിട്ട് ബാബിൽ കൊണ്ട് സിംഹക്കുഴിയുടെ മുകളിൽ ചെല്ലുമ്പോ അപ്പക്കൂട്ട താഴത്തേക്ക് ഇട്ടോളാൻ പറയുന്നുണ്ട്. എന്റെ തമ്പുരാൻ, എനിക്ക് എന്താണ്, ഞാൻ രാവിലെ പ്രാർത്ഥിച്ചപ്പോ അങ്ങ് 4000-5000 കിലോമീറ്റർ അകലെ നിന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത, എന്നാല് ആ പൈസ ഒരു 9,000 രൂപയുടെ അതിന് സാധനത്ത് ഇത് ഞാൻ ഒരിക്കലും അവളോട് പൈസ ആവശ്യപ്പെട്ടിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ മറ്റൊരു ഇതിന്. എന്നിട്ട് അവൾ അതിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, അനി കഴിഞ്ഞ ദിവസം എന്റെ പിറന്നാളായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനി, എനിക്ക് അവൻ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം, നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക്. അപ്പൊ ഇവർ 2 യൂറോ 3 യൂറോ 4 യൂറോ ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെ എന്താ 150 യൂറോ താഴെ അവളൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്, പൂ വിൽക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അത് ഈ 9,000 രൂപയ്ക്ക് സാധനത്തിന് ഒരു 10,000 25,000 തന്നെ എനിക്ക് അത്രയും ഇത് കിട്ടൂലായിരുന്നു. പക്ഷെ എനിക്ക് എന്താണ് ആവശ്യം അതെന്റെ തമ്പുരാൻ തിരിച്ചറിയുകയും എനിക്ക് അത്രയും കിലോമീറ്റർ ദൂരെ നിന്ന് എനിക്കുള്ള മറുപടി അയക്കുകയും ചെയ്തു. ഇതാണ് എന്റെ തമ്പുരാൻ. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒത്തിരി കാര്യങ്ങളിലോട്ട് കടന്നു പോകുന്നില്ല. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ, ഇരുന്ന് വിശ്രമിക്കാൻ ഒരു കുരിശും ചൂടും, മടിയിൽ വെച്ച് ധ്യാനിക്കാൻ ഒരു ബൈബിളും, കെട്ടിപ്പിടിക്കാൻ എനിക്കൊരു സക്രാരിയും ഉണ്ടെങ്കിൽ എന്റെ ജീവിതം ധന്യമായി തമ്പുരാനെ. ഇന്ന് അനേകരെന്നെ വിളിക്കുമ്പോ എന്നെ അറിയാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത അനേകരെന്നെ വിളിക്കുമ്പോ അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വഴിയിലൂടെ കടന്നുപോയതല്ല, ഒറ്റപ്പെടലിന്റെ, വേദനയുടെ, തിരസ്കരണത്തിന്റെ വഴിയിലൂടെ നടന്നതുകൊണ്ടാണ്. അപ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ല. ഗത്സമനിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചവൻ, ഗത്സമനിൽ ഒറ്റപ്പെട്ടവൻ, അവൻ കൂടെയുണ്ട്. എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ആരും ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒറ്റയ്ക്ക് വിടാനായിട്ട് കർത്താവിന് പറ്റൂല. ഒരാളെയും ഒറ്റയ്ക്കാക്കുവാനായിട്ട് ക്രൂശിതന് പറ്റൂല. ആ ക്രൂശിന്റെ മറുപുറത്ത് നമുക്കൊരു അഭയമുണ്ട്. ആമേൻ.